നവാസ് കുറേ പാരഡികൾ പാടിയിട്ടുണ്ട്, പല പ്രോഗ്രാമിലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ എഴുതിയ പാരഡി ഇപ്പോൾ നമ്മളുടെ കാസറ്റിൽ പാടിയിട്ടുണ്ട്. നവാസ് അല്ലാതെ കുറേ പാരഡികൾ എഴുതിയിട്ടുണ്ട്. അത് പലപ്പോഴും അതിൽ നവാസ് എഴുതിയ പാരഡികളിൽ ഏറ്റവും പ്രിയപ്പെട്ട പാരഡി ഏതാണ്? ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാം. അതായത് നമ്മൾ ഈ പാരഡി കുറേ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, പാടിയിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ എനിക്ക് മിമിക്രിയിലുള്ള ആ കഴിവിനെ യൂട്ടിലൈസ് ചെയ്തു, അത് ആ കഴിവ് വെച്ചുകൊണ്ട് ഒരു പാട്ടിനെ ശരിക്കും ഉപയോഗപ്പെടുത്തുന്നതിന് ആശിക്കുകയാണ്. അങ്ങനെ എനിക്ക് 2-3 ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതിൽ മാവേലി കൊമ്പത്തിന്, അതായത് നമ്മൾ പ്രേക്ഷകർ ഓഡിയൻസ് എല്ലാവരും ശ്രോതാക്കളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു പ്രോഗ്രാമായിരുന്നു അതേ മാവേലി കൊമ്പത്ത്. അപ്പോൾ അതിനു മുമ്പ് മുരളി സാറിന് വേണ്ടിയിട്ടുള്ള വോയിസിൽ എന്നെ കൊണ്ട് പാടിപ്പിച്ചു. നാഷണൽ കൂടെ പാടിയിട്ടുണ്ട്. ഒരു പൊളിറ്റിക്കൽ സോങ്ങാണ്, അച്ഛനും രാഷ്ട്രീയ പാട്ട്, ഒരു പാട്ട് പാടിയിരുന്നു. അതുകൂടാതെ അത് പലവട്ടം കാത്തു നിന്നു ഞാൻ ഒരു മെമ്പർ സീറ്റിനായി, ഒരു വാക്കും മിണ്ടാതച്ഛൻ പോയില്ലേ. അത് ബാക്കി നാഷിക്കാണ് മറ്റേ സാറിൻ്റെ ഒരു വോയിസ് നമ്മൾ അല്ലാതെ അതിനകത്ത്. അതിനുശേഷം ഇപ്പോൾ ലാസ്റ്റ് മാവേലി കൊമ്പത്ത് വന്നപ്പോൾ നാഷിക അപ്പോൾ എന്നെ വിളിച്ചത് തന്നെ എനിക്കൊരു വലിയ സന്തോഷം ഉണ്ടായ കാര്യമാണ്. അപ്പോൾ ചിലപ്പോൾ അത് പറ്റും എന്നുള്ള വിശ്വാസം കൊണ്ടായിരിക്കും, അത് തീർത്തും അത് ചെയ്തു തന്നു എന്നാണ് എൻ്റെ വിശ്വാസം. മാമുക്കോയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് എഴുതിയപ്പോൾ അത് മാമുക്കോയുടെ വോയിസിൽ പാടണം, അദ്ദേഹത്തെ കൊണ്ട് തന്നെ അത് അഭിനയിപ്പിക്കണം എന്നുള്ള ഒരു ചിന്ത അത് വന്നപ്പോൾ നാഷിക എന്നെ വിളിച്ച് നവാസ്. പക്ഷെ ആ പാട്ട് നവാസ് പാടിക്കഴിഞ്ഞപ്പോൾ മാമുക്കയുടെ ശബ്ദത്തിൽ പാടിയിട്ട് അതിൽ അഭിനയിച്ചത് മാമുക്കയാണ്. മാമുക്കയെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ലൊക്കേഷനിൽ വന്നിട്ട് ഇത് പാട്ടിട്ട് കേട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ഞാൻ തന്നെ പാടിയ പോലെ ഉണ്ടല്ലോ, ഞാനപ്പോൾ പാടി. ഞാൻ പറഞ്ഞത് ഇത് നവാസ് ഓനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇക്ക തന്നെ അഭിനയിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് ആ ലൊക്കേഷനിലുള്ള എല്ലാ ഷൂട്ടിംഗ് കണ്ടു നിന്ന് എല്ലാ ആളുകളും വിചാരിച്ചത് കറക്റ്റ് മാമുക്കയെ പാടിയെന്നാണ്, കറക്റ്റ് അതേ സാധനങ്ങൾ. മാമുക്കയിൽ അതിൽ അഭിനയിച്ച സമയത്ത് ഒരു പൈലറ്റ് ട്രാക്ക് നമ്മൾ കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡയലോഗും ഞാൻ തന്നെ ഡബ് ചെയ്തു. വച്ചനൊന്നൊരു കൊച്ചൻ, നമ്മുടെ അഭിഷേക് ബച്ചൻ്റെ അച്ഛൻ, തൊണ്ടക്ക് ദിവസമില്ല, ഒരു വിധം ഒപ്പിച്ച്. വച്ചനൊന്നൊരു കൊച്ചൻ, നമ്മുടെ അഭിഷേക് ബച്ചൻ്റെ അച്ഛൻ, പണ്ടൊരു കാലം പുള്ളി സോല നടിക്കണ കാലം, ചാൻസും ചോദിച്ച് കരഞ്ഞും കൊണ്ടെത്തി, ചാൻസും ചോദിച്ച് കരഞ്ഞും കൊണ്ടെത്തി, മീശ വിരിച്ചൊരു ചുരുമുടിയൻ, താടി വളർത്തിയ ഒരു തടിയൻ, അംജദ് ഖാനം ഒരു പകയൻ. അരേ ഓ സാമ്പ ഇസ് പിസ്റ്റൽ മേ 3 ഗോലി ഹേ. എത്ര? 3 ഗോലി. പിന്നെ വേറെന്തൊക്കെ കള്ളിമാർ പറയുന്നുണ്ട്. എല്ലാം പറഞ്ഞു വരുമ്പോ നമ്മുടെ വെടി തീരും. തൽക്കാലം ഇപ്പൊ വെടിയിൽ നിർത്താം, ഇപ്രായത്തിൽ അതേ പറ്റുള്ളൂ. അച്ഛനൊന്നൊരു കൊച്ചൻ, നമ്മുടെ അഭിഷേക് ബച്ചൻ്റെ അച്ഛൻ, പണ്ടൊരു കാലം ഉള്ളി സോല നടിക്കണ കാലം. ഇത് കറക്റ്റ് മാമുക്കയെ പാടുമ്പോൾ തന്നെ കറക്റ്റ് ഒരു സെക്കൻഡ് ഒന്ന് കണ്ണടച്ചിരുന്നുണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് ഇക്ക പാടുമ്പോൾ തോന്നും മാമുക്കയെ. ഇപ്പോൾ ഇവരെല്ലാവരും ഡബ് ചെയ്യുമ്പോൾ നമുക്ക് റിയലായിട്ട് നമ്മളായിട്ട് സംസാരിക്കുന്ന സമയങ്ങളിൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ കൂടുതൽ ഇപ്പോൾ പപ്പു ചേട്ടൻ്റെ മാമുക്കയുടെ ഒന്നും നമ്മൾ നേരിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ ശ്രദ്ധിക്കും. നേരിട്ട് പരിചയപ്പെടുന്ന പപ്പുട്ടൻ ശരിക്കും സംസാരിക്കുമ്പോൾ ഒരു വളരെ മൈന്യൂട്ടായിട്ടുള്ള അത് നമ്മൾ ഈ സിനിമയായിട്ടൊന്നും അല്ല, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സംഭവങ്ങൾ ഓർക്കില്ലല്ലോ. അല്ല അത് അതിൽ വലിയ കാര്യമൊന്നുമില്ല, അല്ല അതിനകത്ത് പുള്ളി എന്നുള്ള സംഭവമൊക്കെ അതൊക്കെ സിനിമയ്ക്ക് വേണ്ടി പുള്ളി. ഞാൻ എപ്പോഴും പറയാനുള്ളൊരു കോമഡി ഉണ്ട് അതിൽ. അത് പപ്പുച്ചേട്ടൻ കയ്യിൽ നിന്ന് ഇട്ട ഒരു തമാശയാണ്, ഇത് കയ്യിൽ നിന്ന് ചെയ്ത തമാശയാണെന്ന് തോന്നുന്നൊരു കൂടെ സ്ക്രിപ്റ്റ് ഇല്ലാത്തൊരു സംഭവം തോന്നുന്നത്. പപ്പുച്ചേട്ടൻ ഒരു വീട്ടിൽ വന്ന് കയറും. ശാന്തികൃഷ്ണയുടെ വീട്, അമ്മാവനാണ് പപ്പുച്ചേട്ടൻ. പുള്ളി ഒരു തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പോൾ ചകോര എന്നാണ് പടത്തിൻ്റെ പേര്. ഭയങ്കര വിശപ്പുണ്ട്, മോളെ നല്ല വിശപ്പന്തിന് കഴിക്കാർക്ക്. അപ്പോൾ ഇവർ കുറേ കറികളും സംഭവങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ പുള്ളി ഒരു സ്വാമിയാണ്, നമുക്ക് കാണുമ്പോൾ വളരെ സ്റ്റാൻഡേർഡായിട്ട് തോന്നി, ഭയങ്കര ക്വാളിറ്റി ഉള്ളൊരു വ്യക്തിയാണ്. അങ്ങനെ വന്ന് ഈ സാധനം വെച്ചപ്പോൾ തന്നെ അത് അരിയാട്ടുന്ന പോലെ ഇതൊക്കെ എടുത്തിട്ട് എന്താ അമ്മാവത്, ഒരു മാനേഴ്സ്, ടേബിൾ മാനേഴ്സ് ഇല്ലേ, ഇങ്ങനെയാണോ കഴിക്കുന്നത്? സ്വാമിമാർക്ക് എന്ത് വൃത്തികേടുന്നു.
അത് ഞാനിപ്പോഴും ചിന്തിക്കുന്നൊരു സംഭവമാണ്. ഏറ്റവും കൂടുതൽ വൃത്തി കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ് വേണ്ടത് സ്വാമിമാരാണ്. അപ്പോൾ അങ്ങനെ റിയൽ ആയിട്ടുള്ള കുറേ തമാശകളൊക്കെ നമ്മൾ നേരിട്ട് ഞാനിപ്പോൾ മാമുക്കൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവരുടെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കും. നമ്മൾ ഈ ഒബ്സർവ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ നവാസ് മാമുക്കയാണ് ഞാൻ ചോദിക്കുന്നത്, കാഷ്വലായിട്ടൊക്കെയാണ്. അയക്ക എന്താ വിശേഷം? പ്രത്യേകിച്ചൊന്നും എങ്ങനെ പോകണം. കോഴിക്കോട് നിന്ന് കഴിഞ്ഞ ദിവസം ഒക്കെ അവിടെ നിന്ന് പാസ് ചെയ്യുമ്പോൾ എനിക്ക് വേണമെങ്കിൽ എറണാകുളം വഴി പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എറണാകുളത്തെ മിന്നാവുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആ സുവേർ വന്നിട്ട് സാധനം കൊടുത്ത് ആ പഹ അത് പൊന്നാൻ എത്തിച്ച് പറഞ്ഞാൽ പിന്നെ ആ വഴി ഒന്ന് പോകേണ്ടി വന്നു. അങ്ങനെ ഒരു ഇത് കറക്കം വന്നാണ്. അപ്പം ഇക്ക തന്നെയാണ് ആ വണ്ടിയിൽ പോയല്ലേ, ഒരു ഇന്നോവയിൽ 34 ഇല്ല എനിക്ക്. ഓക്കെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ശരിയാ. ഇക്ക ഈ ഹിറ്റ്ലർ ബ്രദേഴ്സ് എന്ന പടത്തിൽ ഇക്ക നല്ലൊരു കഥാപാത്രത്തെ ചെയ്തിട്ടുണ്ടല്ലോ, ഒരു ബസ് കണ്ടക്ടറായിട്ട്. ആ കഥാപാത്രത്തെ ജസ്റ്റ് ഞങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കാമോ? അത് ചെയ്യാം. അത് ശരിക്കൊരു മിമിക്രി ക്യാരക്ടറാണ്. നമ്മൾ എനിക്കൂടെ നാഷ്കൊക്കെ ആയിട്ട് ഇങ്ങനെ കൂടുന്ന സമയത്ത് പല തമാശകളിലൂടെയൊക്കെ വന്നിട്ടുള്ള ഞങ്ങളുടെ ഗ്യാങ്ങിലൊക്കെ പറഞ്ഞിട്ടുള്ള വിറ്റ അതൊരു ശരിക്കൊരു തമാശയാണത്. ഒരാൾ ബസ് കാത്ത് നിൽക്കുന്നു, കൊടകര ബസ് കാത്ത് നിൽക്കുന്നു, ഞങ്ങൾ മിമിക്രി തമാശയാണ് അത്. ഞാൻ സിബി ഉദയൻ റൈറ്റേഴ്സ് അവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, നവാസ് ഈ ക്യാരക്ടർ നമുക്ക് ഈ പടത്തിൽ കയറ്റാം, ഹിറ്റ്ലർ ബ്രദേഴ്സ്. അതിനുള്ള സിറ്റുവേഷൻ ഉണ്ട്. ഒരു ബസ് കണ്ടക്ടറുടെ സംഭവം വരുന്നുണ്ട്. അപ്പോൾ നവാസ് തന്നെ പെർഫോം ചെയ്താലേ അത് നിൽക്കുള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ടൈമിങ്ങിൽ അത് ചെയ്താലാണ് അത് നിൽക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളതൊരു സ്ക്രിപ്റ്റ് ആക്കാം, നവാസ് അതൊന്ന് പെർഫോം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടായ ഒരു കഥാപാത്രമാണ്. പക്ഷേ ഇപ്പോഴും ഏത് സ്ഥലത്ത് നമ്മൾ പ്രോഗ്രാമിൽ പോയാലും നമ്മളെ ഫസ്റ്റ് എൻട്രി ആകുമ്പോൾ തന്നെ അവിടെ നിന്ന് കൊടകര എന്ന് വിളിച്ച് പറയും പോലെ വരും. അത് നമുക്ക് കിട്ടിയ ഒരു വലിയ അംഗീകാരമാണ്. അപ്പോൾ ആ ക്യാരക്ടർ ആളെ വിളിച്ച് കയറ്റുന്ന നമ്മൾ വന്നി കൊണങ്ങനിക്ക് വന്നിപ്പം എന്താ നോക്കി ഈ വണ്ടി എങ്ങനെ പോണെന്ന് വന്നി കൊണങ്ങനിക്കിട്ടാ മനസ്സിലായില്ല പക്ഷേ മനസ്സിലാണല്ലേ എങ്ങടെ പോണേന്ന്. ഞങ്ങൾ മലയാളിയല്ലേ. മലയാളത്തിൽ പറ, ഇത് എങ്ങടെ പോണത്? അമ്മയുടെ തെരുവാണ്. അത് മനസ്സിലായി. ഇത് പക്ഷേ ഈ ഒരു വിറ്റ് ശരിക്ക് ഭയങ്കര ഞങ്ങളുടെ ഇടയിൽ ഭയങ്കര പോപ്പുലർ ആയിരുന്ന സമയത്ത് എല്ലായ്പ്പോഴും നമ്മളിങ്ങനെ മിമിക്രി കോമഡിയാണത്. അപ്പോൾ ഈ പറഞ്ഞ തെറി പറയുമ്പോൾ മനസ്സിലാവും, അതുവരെ മനസ്സിലാവും. അത് ഈ പറഞ്ഞ പോലെ പപ്പുച്ചേട്ടനായിട്ടുള്ള ഫൈറ്റാണത്. ശരിക്കും പറഞ്ഞൊരു ഫൈറ്റ് ചെയ്ത് അഭിനയിച്ച പോലത്തെ സംഭവമാണത്. പപ്പുച്ചേട്ടൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ട് തന്നെ. പപ്പേട്ടനല്ലേ പപ്പുച്ചേട്ടനുള്ള കോമ്പിനേഷനാണ്. മഴ എങ്ങനെ പോണ മഴ കൊണങ്ങനെ മഴ വിളിക്ക് എന്നോട് തോണ്ടൊക്കെ ചെയ്യാൻ. നമസ്കാരം. ഇപ്പം എല്ലാവരും ആക്ടിങ് കൂടാതെ ഡയറക്ഷൻ നോക്കുന്നുണ്ട്. അതേപോലെ വല്ല പ്ലാനുണ്ടോ മനസ്സിൽ? ആക്ടിങ് കൂടെ നമ്മളിപ്പോൾ ഒരു ഭയങ്കര പ്ലാൻഡായിട്ട് അല്ല പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നാളെ ഒന്നും പറയാൻ പറ്റില്ല അല്ലേ. നമുക്ക് അതിനൊരു ക്രിയേഷൻ ഉണ്ട്, അതിൽ ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ തോന്നുന്നു. നമ്മൾ ഈ പ്രൊഫഷനിൽ തന്നെ നിൽക്കില്ല. ഇന്നാളെ ഇത് തന്നെ ചെയ്യാൻ പാടുള്ള ആരും നമ്മളെ ഒരു വിലക്കിയിട്ടൊന്നും. ഡയറക്ഷൻ്റെയൊക്കെ കാര്യം കുറച്ച് ബുദ്ധിമുട്ടാവില്ലേ? ഡയറക്ഷൻ മാത്രം ചെയ്യുന്ന ആൾക്കാരുടെ കാര്യം കുറച്ച് വെള്ളത്തിലാവില്ലേ? അല്ല, ഡയറക്ഷൻ ചെയ്യുന്ന ഒരാളോ രണ്ടുപേര് മാത്രമല്ലല്ലോ. ഇവിടെ ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഈ തലമുറയിൽ തന്നെ എത്ര പേര് വന്നു, ഞാൻ പേര് പറയുന്നില്ല. അതാ ഞാൻ ചോദിച്ചത്. അഭിനയം കൂടാതെ അവർ ഡയറക്ഷനും കൂടി ചെയ്യുന്നു. അപ്പോൾ ഈ ഡയറക്ടേഴ്സ് എന്ത് ചെയ്യും? അല്ല, ഇതിൻ്റെ ഒന്നും കാര്യം ചെയ്തോളുമ്പോൾ കുഴപ്പമില്ല. ഞാൻ ഇതൊന്നും അതല്ല. നമുക്ക് എന്ത് കഴിവാണോ നല്ലത്, നമ്മൾ അറിയാൻ പാടില്ലാത്തൊരു പണി ഏറ്റെടുത്തിട്ട് നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്. ഒരു പണി ചെയ്യുമ്പോൾ അവരുടെ ചീത്ത കേൾക്കണം, പ്രേക്ഷകൻ നമ്മളെ തല്ലി ഓടിച്ചു തല്ലും. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് വല്ല കഴിവുണ്ടെങ്കിൽ അതിനെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. അത് ഡയറക്ഷനായാലും പാട്ടായാലും ഡാൻസായാലും അഭിനയമായാലും ഒക്കെ. അതിന് കലാകാരനെ സംബന്ധിച്ച് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇന്നതേ ചെയ്യാൻ പാടുള്ള സംഭവമൊന്നുമില്ല. നല്ലത് ചെയ്യാം. നമ്മുടെ കുടുംബം വന്നിരുന്ന് കാണാവുന്ന എന്തും ചെയ്യാം. നവാസിൻ്റെ ഈ നമ്മൾ പ്രോഗ്രാമിലൊക്കെ കുറേ ഫീമെയിൽ വോയിസിൽ നവാസ് പാടുന്നുണ്ട്. പിന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ കേട്ടിട്ടുണ്ട്. ദാസേട്ടനും ജാനകിയമ്മയും കൂടി പാടുന്ന പോലെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വേറെ ഏതെങ്കിലും ഒരു തമിഴ് വേർഷൻ എന്തെങ്കിലും പാടാൻ പറ്റും?
മലയാളം അല്ലാതെ. മലയാളം കുറേ കേട്ടു. അതെ ശരിയാണ്. ഞാനൊരു ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ SPB പാടിയ SPB ജാനകിയും കൂടി ഒരുപാട് നല്ല പാട്ടുകൾ പാടി. പക്ഷേ അതൊക്കെ ഭയങ്കര ലെവലാണ്. ശരിക്കും പറഞ്ഞാൽ ജാനകിയുടെ പിച്ചൊന്നും മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഒരാൾക്കും എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഹൈ പിച്ചിലാണ് അവർ പലതും. അവർ പൊതുവേ അവരുടെ കിളി പോലത്തെ ശബ്ദമാണ്. അപ്പോൾ അങ്ങനൊരു കുറച്ച് ബേസ് വന്നിട്ടുള്ളൊരു പാട്ട് എനിക്ക് തോന്നുന്നത് എന്തൻ നെഞ്ചിൽ എന്നുള്ള സംഭവം. അത് വെറുതെ മൂളാം, ജസ്റ്റ് ഒന്ന് 2 വയസ്സ്. എന്തൻ നെഞ്ചിൽ നീങ്ങാതെ തെன்றൽ നീതാനാ എണ്ണം എങ്കും നീ പാടും ദിറുതിറുതില്ലാനാ എന്തൻ നെഞ്ചിൽ നീങ്ങാതെ തെன்றൽ നീതാനാ എണ്ണം എങ്കും നീ പാടും ദിറുതിറുതില്ലാനാ இசையின் சுரங்கள் தேனா இசைக்கும் குயில் நீதானாவா இந்த நெஞ்சில் நீங்காது தென்றல் நீதானா எண்ணம் எங்கும் நீ பாடும் திருதில்லானா மழையில் தனையும் மார்கழி பூவே என்னை நீ பிறந்தாரேதொரு வாழ்வே எனக்கென்ன பிறந்தவள் நானா நிலவுக்கு துணை இந்த வானா வாழ்ந்தேனே உறவாக நின்றா வந்தாயே உறவாக நின்னா எந்த நெஞ்சில் எந்த நெஞ்சில் நீங்காது தென்றல் நீதானா எண்ணம் என்றும் நீ பாடும் திருதில்லானா. അരേ വാ. ഇനി നവാസ, ഈ ജസ്റ്റ് റിമെമ്പർ ദാറ്റ് എന്ന് പറയുന്ന സെഗ്മെൻ്റാണ്. അതായത് നമ്മൾ കേട്ട് അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിൽ ടച്ച് ചെയ്ത് പോയിരിക്കുന്ന സംഭവങ്ങൾ, സിനിമയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഒരു ഓർമ്മ. എൻ്റെ അടുത്ത് പലവരും പറയാറുണ്ട്, ഓ നവാസ് ഒരു സിനിമാക്കാരനായല്ലേ. ഇത് എനിക്ക് മാത്രമല്ല പലവർക്കും പറ്റാത്ത സംഭവം. അപ്പോൾ കഴിഞ്ഞു പോയ ചില കാര്യങ്ങൾ വളരെ സ്പീഡിൽ ചോദിക്കുമ്പോൾ നമ്മൾ ഓർത്ത് വയ്ക്കാത്ത ചില കാര്യങ്ങളായി. ഇപ്പോൾ നിങ്ങൾ വളരെ പ്ലാൻഡ് ആയിട്ടായിരിക്കും അത് ചോദിക്കുന്നത്. പക്ഷേ ഇത് മാത്രമല്ല, മറ്റ് നമ്മൾ ഓർത്തിരിക്കേണ്ട പല പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ വല്ല മറന്നുപോയിട്ട് അതിൻ്റെ ഒരു വിഷമം മറ്റുള്ളവർ പ്രകടിപ്പിച്ചിട്ട് വളരെയായിട്ട് വേദനിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. കാരണം പലപ്പോഴും നമുക്ക് അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമ്മൾ അങ്ങോട്ട് അറിയാതെ ഇതായി പോകുന്നതാണ്. ചില ആളുകൾ മുമ്പിൽ വന്നിരുന്നിട്ട് പറയൂലേ, എന്നെ ഓർമ്മയുണ്ടോ? അപ്പോൾ നമ്മൾ പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടി അറിയാം എന്നാ പറ ആരാണ്. ഞാനത് പറയില്ല, അറിയില്ല, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, ഒന്ന് പറഞ്ഞതിൽ ഉപകാരമെന്ന് ഞാൻ പറയുള്ളൂ. പക്ഷെ ഞാൻ ഒരിക്കലും പിന്നെ എന്ന് പറയില്ല. എന്താ ഞാൻ പറയാൻ പറ്റില്ല എനിക്ക്. ഓ എനിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പം എന്നാ പറ ആരാ, അല്ല നമ്മളന്ന് എന്ന് പറയേ. പിന്നെ അവസാനം നമ്മുടെ വായിൽ തെറിയും കേട്ട് അവൻ പറയണ്ട ഞാൻ പോയിക്കോളാന്ന് പറയുന്നത്. ചന്ദാമാമ എന്ന് പറയുന്ന സിനിമയിൽ നല്ല ശക്തമായിട്ടുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ചു. അതിന് മ്യൂസിക് ഡയറക്ടർ ഓർമ്മയുണ്ടോ? ഇല്ല. നമുക്ക് ഔസപ്പിച്ച സാറിൻ്റെ അടുത്ത് ഇവിടെ വെച്ചിട്ട് നമ്മൾ സാറിൻ്റെ അടുത്ത് സോറി പറഞ്ഞു, ഔസപ്പിച്ചൻ. അതിൻ്റെ പ്രൊഡ്യൂസർ ഓർമ്മയുണ്ടോ? ചന്ദാമാമ. പ്രേമൻ, തൊടുപുഴ പ്രേമചേട്ടനും പിന്നെ സാബു ചെറിയ. മാട്ടുപ്പെട്ടി മച്ചാൻ എന്ന സിനിമയുടെ ക്യാമറമാൻ. മാട്ടുപ്പെട്ടി മച്ചാൻ അനിൽ ഓർമ്മയില്ല. ഇവിടെ വെച്ച് ശ്രീശങ്കറിൻ്റെ അടുത്ത് സോറി പറയണം. ശ്രീശങ്കർ ആയിരുന്നില്ലേ? സോറി. ഓക്കെ. ചന്ദാമാമയുടെ പാട്ടിൻ്റെ കാര്യങ്ങൾ മ്യൂസിക് ഡയറക്ടർ അറിയില്ല, ലിറിക്സ് റൈറ്റർ അറിയാം. മ്യൂസിക്കാണ് നമ്മൾ ആദ്യം ഓർത്തിരിക്കേണ്ടത്. അതറിഞ്ഞില്ലെങ്കിൽ ഓർക്കേണ്ട കാര്യമില്ല. സാർ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് ഉരുകയാണ്. കാരണം ഔസേപ്പൻ സാറിൻ്റെ ഒരു പാട്ടും നമ്മൾ മറന്നു പോകാൻ പാടില്ല. പക്ഷെ ഞാൻ പറയില്ല, ഇപ്പോൾ പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഉള്ളൊരു സംഭവം. കാരണം നമ്മൾ അതിനകത്തൊരു പാട്ടിൻ്റെ സെക്ഷനിലേക്ക് അധികം ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കാം. അതിൻ്റെ നമ്മൾ ആക്ടിങ്ങിൽ ശ്രദ്ധിച്ചു, പാട്ടിൽ ശ്രദ്ധിച്ചില്ല. അതും നന്നായില്ല. കൈതപ്രമാണ് ലിറിക്സ്. ഓക്കെ. ABCD സിനിമ ഈ അടുത്ത ദിവസം അഭിനയിച്ചാണ്. അപ്പോൾ അതിലെ കഥാപാത്രത്തിൻ്റെ പേര് ഓർമ്മയുണ്ടോ?
കഥാപാത്രത്തിന് പേരില്ല ശരിക്കും, അതിനകത്തൊരു അങ്ങനെ ഒരു പേര് പറയുന്ന സിറ്റുവേഷനില്ല. പക്ഷേ ഡബ് ചെയ്ത സമയത്ത് അതിൻ്റെ ഒരു നവാസ് എന്ന് തന്നെ വിളിക്കുന്നുണ്ട്. ഒരു ടൊവിനോ എന്ന് പറഞ്ഞ ക്യാരക്ടർ, രാഷ്ട്രീയ നേതാവ്, അദ്ദേഹം എൻ്റെ പേര് തന്നെയാണ് വിളിക്കുന്നത്. ഈ ABCDയുടെ പ്രൊഡ്യൂസറുടെ പേരറിയാം? ഷിബു തമിൻസ്. വീരപുത്രൻ എന്ന സിനിമ PT കുഞ്ഞു മുഹമ്മദിൻ്റെ, അതിൻ്റെ നിർമ്മാതാവ് ITL സിദ്ദിഖ്. ITL സിദ്ദിഖ് അഹമ്മദ്. വീരപുത്രൻ്റെ നായികനെ ഓർമ്മയുണ്ടോ? നായകൻ അവർ എനിക്ക് അറിയാം അവർ, പക്ഷേ പേര് ഓർക്കുന്നില്ലെങ്കിലും അവർ അനന്തഭദ്രത്തിലെ നടിയുടെ സിസ്റ്ററാണ്. പേര് നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലേ? എൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാണോ? ഞങ്ങൾക്ക് അറിയാനുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. റീമാസൻ. റീമാസൻ്റെ റീമ മാരുതി അനിയത്തി. റീമാസൻ്റെ അനിയത്തി. മീനാക്ഷി കല്യാണത്തിൽ അഭിനയിച്ചു. ഞാനായിരുന്നു അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നില്ല. അതിൻ്റെ മ്യൂസിക്കിനെ കുറിച്ച് ഇല്ല നിർമ്മാതാവ്. മീനാക്ഷി കല്യാണം നിർമ്മാതാവ് ഒരു കണ്ണൻ, നമ്മുടെ രണ്ട് മീനാക്ഷി കല്യാണം, സോറി മിലഞ്ചലിലും പിന്നെ ഒരാൾ കൂടി ഉണ്ട്. മിലഞ്ചലിയിൽ ദേവി റാഫേൽ, പ്രിൻസ് റാഫേൽ. ജൂനിയർ മാൻഡ്രാക്കിൽ കലാഭവൻ നവാസിൻ്റെ പേര്, കഥാപാത്രത്തിൻ്റെ പേര്? രണ്ട് പേര് എനിക്ക് കേൾക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതായത് ജൂനിയർ മാൻഡ്രാക്ക് ചെയ്ത സമയത്ത് മറ്റേ പ്രദീപ് എന്നൊരു പേര് പറഞ്ഞിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ സിനിമ റിലീസ് ചെയ്തപ്പോൾ ഏത് പേര്? അല്ലല്ല, അതന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് വന്നല്ലോ. അപ്പോൾ അതൊരു ഭാഗ്യമാണ് കേട്ടോ. എത്രയോ വർഷങ്ങൾക്ക് ശേഷം സീനിയർ മാൻഡ്രാക്ക് വന്ന സമയത്ത് 3-4 സീനുണ്ട് ഞാനതിൽ. ചേട്ടൻ എൻ്റെ അടുത്തേക്ക് വരുന്ന, ജയശേട്ടൻ വരുന്ന സമയത്ത്. അപ്പോൾ അതിനകത്ത് വേറെന്താ പേര്? ശരി, സന്ദീപ് എന്നാണ്. നവാസ് വളരെ ഒരു നല്ല വേഷം ചെയ്തൊരു സിനിമയാണ് ചട്ടമ്പിനാട്. ചട്ടമ്പിനാട് ഓർമ്മയുണ്ടോ? ആ സിനിമയുടെ ഷൂട്ടിംഗ് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ക്യാമറമാൻ ഓർമ്മയുണ്ടോ? ഉണ്ട്. ആരാണ്? ചട്ടമ്പിനാട് ക്യാമറമാൻ സന്തോഷ് വർമ്മ. അല്ല, സോറി, ഞാൻ പറയാം. ML തുടങ്ങുന്നത് അതന്നെ, മനോജ് പിള്ളൈ. ചക്കരമുത്ത് സിനിമയിൽ ദിലീപിനോടൊപ്പം നല്ലൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു. അതിൻ്റെ പ്രൊഡ്യൂസർ ചക്കരമുത്ത് 7 ആർട്സ്. ഹിറ്റ്ലർ ബ്രദേഴ്സ് എന്ന സിനിമയിൽ നവാസിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്? കഥാപാത്രത്തിന് പേരുണ്ടോ? അതിൽ പേര് ഉണ്ടോ? പേര് പറയുന്നില്ല എനിക്ക്. എൻ്റെ ഓർമ്മയിൽ ഹിറ്റ്ലർ ബ്രദേഴ്സിൽ ആ കൊടകരയിൽ പേര് പറയുന്നില്ല അല്ലേ? നിന്റെ പേരെന്താന്ന് ആരെങ്കിലും ഒരാൾ ചോദിക്കുന്നുണ്ട്. അതിലൊരു കഥാപാത്രം, ഒരു പോലീസ്. യെസ്, മോനായി എന്നല്ല, മോനായി. ഇതിൻ്റെ പേരെന്താ? നവാസ്. അല്ലല്ല, നവാസ് അല്ലേ പറഞ്ഞത്? അല്ലല്ല, മോനായി എന്ന് പറഞ്ഞാൽ മോനായാലും ശരി മോളായാലും ശരി അതിൻ്റെ കൗണ്ടർ ഉണ്ട്. മോനായി എന്നാണ്. ചക്രമുത്തിൻ്റെ ക്യാമറമാൻ ഓർമ്മയുണ്ടോ? ചക്രമുത്തിൻ്റെ ക്യാമറമാൻ ഓർമ്മയുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ആളെ ഓർമ്മയുണ്ട്. ഒരു തമിഴ് ക്യാമറമാനാണ്. കാരണം ഇവിടെ ഈ ഇൻ്റർവ്യൂ കാണൂല, അവിടെ തമിഴ്നാട്ടിലേക്ക് ഡബ് ചെയ്താൽ കിട്ടിയൊരു രാജരത്നം. ഹിറ്റ്ലർ ബ്രദേഴ്സിൻ്റെ ക്യാമറമാൻ ഓർമ്മയുണ്ടോ? ഇല്ല. മധു അടൂർ. ഓക്കെ, അപ്പോൾ നമുക്ക്, കാരണം നവാസ് നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് ചോദിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഇങ്ങനെ അല്ല, പെട്ടെന്ന് ചോദിക്കുന്നതിനൊരു പരിമിതിയുണ്ട്. നമ്മൾ ഈ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ പറയുക, ഈ ഡയറക്ടറൊക്കെ ചോദിച്ചിട്ട് പെട്ടെന്ന് പറയും, അപ്പോഴേ ക്യാമറമാനൊക്കെ ചോദിക്കും പെട്ടെന്ന്. അതിനകത്ത് വേറെ കാര്യമുണ്ട്. രണ്ട് രീതിയിൽ എടുക്കുന്ന ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് മൊത്തം പഠിക്കുന്നവരുണ്ട്. നമ്മൾ ആദ്യം തുടക്ക സമയത്ത് തന്നെ ആരാണ് ഇതിൻ്റേത്, അത് ആരാണ്, സ്റ്റിൽ ആരാണ്, കോസ്റ്റ്യൂം ആരാണ്, അങ്ങനെ പഠിച്ചു വരുന്ന കുറേ ആളുകൾ. നമ്മൾ കുറേയൊക്കെ ഇങ്ങനെ വന്ന് പരിചയം കൊണ്ട് ഓർത്ത് വയ്ക്കുന്ന കുറേ ആളുകളുണ്ട്. അതായത് കുറച്ച് പടങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് ഇന്ന ആളാണ്. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഈ പടം, ഇപ്പോൾ ഹിറ്റ്ലർ ബ്രദേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ തുടക്കത്തിലുള്ള പടങ്ങളാണ്. ഇപ്പോൾ ഈ ചന്ദമാമ പോലും, ചന്ദമാമയിൽ പക്ഷേ ഞാൻ മ്യൂസിക് ഡയറക്ടർ, എൻ്റെ മിസ്റ്റേക്കാണ്. പക്ഷെ അതല്ലാത്ത മറ്റുള്ള ഡയറക്ഷൻസ് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, നവാസ് ഇവിടെ സ്റ്റാർ റാങ്കിങ്ങിലെത്തിയപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് നവാസ്. അപ്പം
അപ്പം നവാസ് ഈ ഒരു പ്രോഗ്രാമിൽ വരണമെന്നുള്ളത് എൻ്റെ കൂടി ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ പലപ്പോഴും നവാസിനോട് പറയാറുണ്ട് കാണുമ്പോൾ ഈ സ്റ്റാർ ആഗിയിലൊരു ദിവസം വരണം. ഇപ്പോൾ ഏതായാലും ഇന്ന് നവാസ് എത്തി. കുറേ നേരം നമ്മളോടൊപ്പം ഇങ്ങനെ ചിലവഴിച്ചു. കുറേ നല്ല നല്ല കാര്യങ്ങൾ, നവാസിൻ്റെ പല കഴിവുകൾ നവാസ് ഇതിലും വലിയ കലാകാരനാണെന്നുള്ള കാര്യം അറിയാം. പക്ഷേ എന്നാലും കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ വീണ്ടും കണ്ടു. ഇനി നവാസിന് പ്രേക്ഷകരോട് ഈ സ്റ്റാർ റാഗിങ്ങിലൂടെ എന്താണ് പറയുന്നത്? സ്റ്റാർ റാഗിങ്ങിനെ കുറിച്ച് തന്നെ പറയാം. അതായത് എനിക്ക് ഇപ്പോൾ നിലവിൽ വരുന്ന ഷോകളിൽ വളരെയേറെ അട്രാക്റ്റീവായിട്ട് തോന്നി, നമ്മൾ സത്യസന്ധമായിട്ട് തോന്നിയൊരു പ്രോഗ്രാമാണ്. കാരണം നമുക്ക് പല ചാറ്റിംഗ് ഷോയും പിന്നെ തമാശകളും ഒക്കെ മാത്രമായിട്ടുള്ള പരിപാടികൾ പലതും വരാറുണ്ട്. എന്തിനു വേണ്ടിയിട്ട് എന്ന് ഞാൻ പലതും പങ്കെടുത്തിട്ടുണ്ട്. എന്തിനാണിത് എന്ന് നമ്മളറിയാത്ത കുറേ ആളുകൾ ഇരുന്ന് ചോദിക്കുന്നുണ്ട്. ഒരു ഷോ കഴിയുമ്പോൾ ഇവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറയും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫാമിലി വന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നു, അവനവൻ്റെ കാര്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ അതിനകത്തൊരു ഡീസൻസി ഉണ്ട്. ഇപ്പോൾ നമ്മൾ വെറുതെ ഇരുന്ന് ചാടി തമാശ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് പോകുന്നതും ഇതിനകത്ത് പറയാൻ മടിക്കുന്ന, അതല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പറയണം എന്നാഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ സ്റ്റാർ റാഗിങ് ആയിട്ട് ഞാൻ ഇതിനെ കാണുന്നില്ല. കാരണം ഇത് കുറച്ചുകൂടി ജെന്യുവനായിട്ട് പോകുന്നൊരു ഷോയാണ്. ഫ്രണ്ട്ലി. അതിൻ്റെ അപ്പുറം തന്നെ നാഷ്ക, ഇപ്പോൾ ഈ നമ്മൾ പേഴ്സണലായിട്ടുള്ള ചില കാര്യങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ എന്ന് പറയുന്നത് നമുക്ക് പറയാനുള്ളൊരു വേദിയും കൂടിയാണത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇതുവരെ അതിനു മുമ്പ് ഇത്തരം ഒരു പ്രോഗ്രാമായിട്ട് ഇരുന്നിട്ടില്ല. അപ്പോൾ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളൊക്കെ വന്ന പോലെ തന്നെ പ്രത്യേകിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, ഞാൻ ബഹുമാനിക്കുന്ന നാഷ്കയുടെ കൂടെ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. ഇതാണ് എനിക്ക് വരേണ്ട സമയം ഇതായിരിക്കാം. നവാസേ, ഇപ്പം നമ്മുടെ ഈ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുമ്പോൾ നവാസ് കോബ്രയിലൊരു പാട്ട് പാടിയില്ല, കോബ്ര സിനിമയിൽ? അത് ഒരു ഭാഗ്യമാണ്. പിന്നെ അമ്മയുടെ ഒരു ഷോ കണ്ടിട്ട് ലാലേട്ടൻ എന്നെ വിളിക്കുന്നതാണ്. താരങ്ങളെ ഒപ്പം തന്നെ ഗായകരെ അനുകരിച്ചുള്ള ഒരു പ്രോഗ്രാം കണ്ടിട്ട് വിളിച്ചാണ്. അപ്പോൾ ലാലു അലക്സിൻ്റെ ശബ്ദം അനുകരിച്ച് പാടാൻ പറ്റുമെന്ന് വെച്ചാൽ ഇവർ മിമിക്രി പാടില്ല, പക്ഷേ പാട്ടിൻ്റെ പെർഫെക്ഷൻ പോകാൻ പാടില്ല. അങ്ങനെ അലക്സ് പോൾ സാറായിരുന്നു അതിൻ്റെ മ്യൂസിക്. അദ്ദേഹം അത് കേട്ടു, ഭയങ്കര ഇഷ്ടമായി. എനിക്ക് കുറേ സമയം തന്നു പഠിക്കാനായിട്ട്. ഞാനത് ഇഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം മമ്മൂക്കയുടെ പോർഷൻ കൂടി എന്നെ കൊണ്ട് തന്നെ പഠിപ്പിച്ചു. അപ്പോൾ അത് അത്യാവശ്യം ഒരു അറിയപ്പെട്ടൊരു പാട്ടായിരുന്നു, ശ്രദ്ധിക്കപ്പെട്ടൊരു പാട്ടായിരുന്നു. എങ്കിൽ പിന്നെ നവാസ് പ്ലേ ബാക്ക് പാടിയ ആ പാട്ട് തന്നെ നമുക്ക് ഇന്ന് ഫൈനലിൽ പാടി. എന്റെ നെഞ്ചിനുള്ളിൽ കാറ്റിലാടണ കൂടിരിപ്പുണ്ട്, ആ കൂട്ടിനുള്ളിൽ രണ്ടിലങ്കിളി പൈതങ്ങളുണ്ട്. കിളി പൈതങ്ങൾക്കൊരു താലിക്കെട്ടുണ്ട്, തങ്ക താലിക്കെട്ടണ 2 പേരുണ്ട്. ആരാണെന്നേ പറ പറ പപ്പ, ആരാണെന്നേ പറ പറ. എന്റെ നെഞ്ചിനുള്ളിൽ കാറ്റിലാടണ കൂടിരിപ്പുണ്ട്, കൂട്ടിനുള്ളിൽ രണ്ടിലങ്കിളി പൈതങ്ങളുണ്ട്. കിളി പൈതങ്ങൾക്കൊരു താലിക്കെട്ടുണ്ട്, തങ്ക താലിക്കെട്ടണ 2 പേരുണ്ട്. മേലെ വിണ്ണിലെ മൂപ്പർക്കൊരു പുസ്തകമുണ്ട്, ആ പുസ്തകത്തിൽ പോയതും ഇനി വരണതുമുണ്ട്. അതിലൊരു താളിൽ തിരുഹിതമുണ്ട്, എനിക്കത് ചൊല്ലാൻ ഉൾവിളിയുണ്ട്. ഉടയവൻ വിധിച്ചവരുടെ പേരെനിക്കെന്റെ നാക്കിൻ തുമ്പത്ത് വന്നു നിൽപ്പുണ്ട്. ആരാണെന്നേ പറ പറ പപ്പ, ആരാണെന്നേ പറ പറ. എന്റെ നെഞ്ചിനുള്ളിൽ കാറ്റിലടന കൂടിരിപ്പുണ്ട്, കിളിക്കൂട്ടിനുള്ളിൽ രണ്ടിലങ്കിളി പൈതങ്ങളുണ്ട്. കിളി പൈതങ്ങൾക്കൊരു താലിക്കെട്ടുണ്ട്, തങ്ക താലിക്കെട്ടണ 2 പേരുണ്ട്.